നമ്മൾ 70ാമത്തെ ദിവസം മുതൽ കംപ്ലീറ്റ്ലി ഗോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീമുകളിലാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇന്നും നമ്മൾ അതേപോലെ തന്നെയുള്ള ഒരു തീമാണ് ചൂസ് ചെയ്യുന്നത്. 74th ഡേ, ഐ അലൈൻ മൈ ആക്ഷൻസ് വിത്ത് മൈ ഗോൾസ്. ആളുകൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മൾ 2 ദിവസം മുമ്പ് പറഞ്ഞ പോലെ ആളുകൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ നമ്മൾ ഫാന്റസി ആയിട്ട് കാണുന്നുണ്ടാവും, നമ്മളെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും, ആളുകളോട് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ആഗ്രഹങ്ങളാണ്. അതൊന്നും ഗോളായി മാറിയിട്ടുണ്ടാവില്ല, അതൊന്നും നമ്മൾ ലക്ഷ്യത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പിന്നെ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതിനെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയും അത് നമ്മുടെ ഒരു ഡിസയർ ആയി മാറുമ്പോഴാണ് നമുക്ക് ആ ഗോള് ശരിക്ക് ആയി മാറുന്നത്. ആഗ്രഹത്തിൽ നിന്ന് അതൊരു ഡിസയർ ആയി മാറുമ്പോൾ അത് നമ്മൾ കറക്റ്റ് ലക്ഷ്യം ആയിട്ട് നമുക്ക് മാറുന്നു. അപ്പോഴും അത് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആക്ഷൻസ് കൂടി അതിനോട് അലൈൻ ചെയ്ത് വരണം. ഈ ഡിസയറിലേക്ക് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആക്ഷനിലേക്ക് പോകാനുള്ള ഒരു ഫ്ലോ ഉണ്ടാവും. നമ്മൾ ആ ഫ്ലോയിൽ അങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഓർ ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സ്റ്റക്കായി നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ഷനിലേക്ക് റെഗുലർ ആയിട്ട് പ്രത്യേകിച്ച് പുഷൊന്നും കൊടുക്കാതെ തന്നെ വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരുന്ന ഒരു തോന്നലുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ആയി മാറുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഗോൾ ആയിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. അത് അപ്പോഴും നമ്മൾ ആഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് യാത്രകൾ പോകണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പല ഏതെങ്കിലും നല്ല സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ റീൽസിലോ അതല്ലെങ്കിൽ യൂട്യൂബിലോ അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടോ ചിലപ്പോൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരുതുക, ആ സ്ഥലം നല്ല സ്ഥലമാണ്, എനിക്ക് ആ സ്ഥലത്ത് വിസിറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് മനസ്സിൽ എങ്ങനെ തോന്നും. അത് ആഗ്രഹങ്ങളാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കും. ഇന്ന ഡേറ്റില് ഗോളാകുമ്പോൾ നമ്മൾ അങ്ങനെയാണ്. ഇന്ന ഡേറ്റില് അല്ലെങ്കിൽ ഇന്ന ആ വീക്കില്, ഇന്ന മാസത്തില് ഇന്ന വീക്കില് നമ്മൾ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആക്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ വരും. ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കും, വിസന്റെ കാര്യങ്ങൾ നോക്കും, പോകാൻ കൺവീനിയന്റ് ആയി സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കും, അവിടെ തന്നെ ചെന്നിട്ട് എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കും. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അറിഞ്ഞോ അറിയാതെയോ നോക്കിക്കൊണ്ടിരിക്കും. റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്തൊന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരാം, ഭക്ഷണം കഴിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ നമ്മൾ ഓർമ്മ വരാം. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബാക്കിൽ കിടന്നിട്ട് പണിയെടുക്കുന്നുണ്ട് ആ ഒരു ലക്ഷ്യം. അപ്പോ അവിടെയും അറിയുന്നുണ്ട് ഈ തോന്നലുകൾ നമുക്ക് വരും. അല്ലെങ്കിൽ എനിക്ക് ടിക്കറ്റ് നോക്കണം, അല്ലെങ്കിൽ ഹോട്ടൽ നോക്കണം, അവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നോക്കണം. ഇതൊക്കെ മനസ്സിൽ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ നമ്മുടെ മനസ്സിൽ എന്താ പറയുക, തോട്ട്സ് ആയിട്ട് വരും. പക്ഷെ ആ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ആക്ട് ചെയ്യണം. അത് നോക്കാം, സമയമുണ്ടല്ലോ എന്നും വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു. ഒരുപാട് ആളുകൾ അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ? അതിനനുസരിച്ച സ്റ്റെപ്സ് നമ്മുടെ എന്താ പറയാ, നമ്മളെ ബ്രെയിൻ നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. പക്ഷെ നമുക്കുള്ള മറ്റെന്തെങ്കിലും വീക്ക്നെസ് കാരണം, അത് പ്രോക്രാസ്റ്റിനേഷൻ ആവാം, ലേസിനെസ് ആവാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം, നമ്മളത് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ഗോൾ സെറ്റ് ചെയ്തു, തീരുമാനമെടുത്തു, പക്ഷെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ പല കാരണങ്ങളാൽ, ഒന്നുകിൽ കൃത്യമായ ഗോൾ സെറ്റിംഗ് നടക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായ അതൊരു ഡിസയർ ആയിട്ട് നമ്മിൽ വരാത്തത് കൊണ്ട്. ഇനി അതെല്ലാം നടന്നാൽ തന്നെ അവിടെയും ഒരു ഡിസയർ ആയിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പ്രോക്രാസ്റ്റിനേഷൻ ആ രൂപത്തിൽ വർക്ക് ചെയ്യുന്നത്.
ലാസ്റ്റ് മൊമെന്റിൽ ഇനി ഇത്ര ദിവസമല്ലേ ഉള്ളൂ ഇതൊക്കെ നടക്കണ്ടേ എന്നൊക്കെ തോന്നുമ്പോഴാണ്, അങ്ങനത്തെ ഒരു ട്രിഗർ വരുമ്പോഴാണ് നമ്മൾ ഇരുന്നിട്ട് കംപ്ലീറ്റ് ഒന്ന് മെനക്കെട്ട് നോക്കുന്നുണ്ടാവും. മിക്കവാറും ആളുകൾക്ക് സംഭവിക്കാതാണ്. അപ്പോൾ സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് ഒപ്പിക്കലായിട്ട് സംഗതി ചെയ്യും. കാര്യങ്ങൾ നടക്കൂല എന്ന് ഞാൻ പറയുന്നില്ല, നടക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റിയിലുള്ള റിസൾട്ട് ചിലപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇത് ആലോചിക്കും, ഇത് അന്ന് കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നു എന്ന് നമ്മുടെ ആ യാത്രയിൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ നമ്മൾ തീരുമാനിക്കും, അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചുകൂടി രീതി നേരത്തെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം. അഗെയിൻ, പക്ഷെ നമ്മൾ ആ ഹാബിറ്റ് ഒന്നും മാറില്ല. വീണ്ടും നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. ആക്ഷനിലേക്ക് വരുമ്പോൾ ആദ്യ സമയമുണ്ടല്ലോ നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ ചെയ്യാതെ പോകും. അവസാന നിമിഷത്തിൽ തട്ടിക്കൂട്ടി ചെയ്യും, റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ ആ ഹാബിറ്റിൽ ഒരു മാറ്റവും വരുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുണ്ടാവുന്ന എന്തെങ്കിലും ഒരു വിഷനോ അല്ലെങ്കിൽ ഗോളിലേക്കോ എത്തുന്നതിൽ നിന്ന് അത് തടസ്സം നിൽക്കുകയോ അതല്ലെങ്കിൽ അതിനെ സ്ലോ ആക്കുകയോ ചെയ്യും. അപ്പൊ ഇത് ഓവർകം ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോക്കാസ്റ്റിനേഷൻസ് ഉണ്ടാവാം, വിഷ്വലൈസ് ചെയ്യാൻ തന്നെയാണ് അതിന് പറ്റുന്ന ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന്. വിഷ്വലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ പിന്നെ അത് അച്ചീവ് ചെയ്തതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അച്ചീവ് ചെയ്തതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അച്ചീവ് ചെയ്ത് കഴിഞ്ഞ സമയത്തുള്ള ആ ഹാർമണി, ആ ഒരു പിന്നെ മൊമെന്റം, സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യണം. ആ അച്ചീവ്മെന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പിന്നെ എന്താ പറയുക, സന്തോഷവും കാര്യങ്ങളും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ നമ്മൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രോക്രാസ്റ്റിനേഷനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട്, ഇനി അതല്ലെങ്കിൽ നമുക്ക് കുറെ കൂടി നല്ല റിസൾട്ടിൽ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ആക്ഷൻസ് ഗോളിലേക്ക് അലൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി സിമ്പിൾ. അതാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? മിസ്അലൈൻഡ് ആണെങ്കിൽ സംഭവിക്കുക എന്താന്ന് വെച്ചാൽ, ഗോളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അത് ഗോളായി മാറിയിട്ടുണ്ടാവും. ആ ഗോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ആ തീരുമാനങ്ങൾ എടുത്തതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്നത് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കാറ്റേഡ് ആയിരിക്കും. അതിനോട് അലൈൻഡ് ആവുന്ന ആക്ഷൻസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആരെയും ഒന്ന് രണ്ട് ആൾക്കാരെ വിളിക്കേണ്ടി വരും. നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കും, അല്ലെങ്കിൽ മെസ്സേജ് ഇടേണ്ടി വരും. ഫോൺ എടുക്കും, അപ്പോഴാവും നമ്മൾ അതിനകത്ത് വാട്സപ്പിൽ വേറെ ചില മെസ്സേജ് കാണുന്നുണ്ടാവുക. അപ്പോൾ അത് ഇങ്ങനെ എന്താ പറയാ, അത് നമ്മൾ തീരുമാനിച്ചിട്ട് അതൊക്കെ അനുസരിച്ചിട്ട്, അപ്പം ഞാൻ ഇത് തുറന്നപ്പോൾ തന്നെ, കാണിച്ചു തരാൻ വേണ്ടി തുറന്നപ്പോൾ തന്നെ ഫെബിൻ മാമിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. അപ്പൊ ആ മെസ്സേജ് കണ്ടപ്പം അതിനപ്പം തന്നെ റിപ്ലൈ കൊടുക്കേണ്ട ഒരു മെസ്സേജാണ്. റിപ്ലൈ ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ അത് ചെയ്യുകയും ചെയ്തു. പക്ഷേ നോർമൽ കേസ് എന്ത് സംഭവിക്കുക, നമ്മളത് തുറക്കും, ആ ഒരു മെസ്സേജ് കണ്ടു, അതിന് റിപ്ലൈ കൊടുക്കുമ്പോഴാവും വേറെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ വേറൊരു മെസ്സേജ് കാണുന്നത്. അപ്പോൾ അത് വായിച്ചു. ഇതൊക്കെ കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോൺ തിരിച്ചു വെക്കുമ്പോഴാണ് അവരെ വിളിച്ചില്ലല്ലോ, അവർക്ക് മെസ്സേജ് ചെയ്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വരും. നമ്മുടെ ഡെയിലി ലൈഫിൽ ഹാബിറ്റിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. തിരിച്ചറിയേണ്ടത്, ഇതിൽ നിന്ന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ഷനിലേക്ക് നമ്മൾ അലൈൻഡ് ആവണം. നമ്മുടെ ആക്ഷനും ഗോളും തമ്മിൽ അലൈൻഡ് ആവണം. അപ്പോഴേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ആ അലൈൻമെന്റ് നടക്കാൻ നമുക്ക് ഈ സിൽവ മെഡിറ്റേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കയറാം. ആ അലൈൻമെന്റ് ഷിഫ്റ്റ് നടക്കേണ്ടതുണ്ട് ലൈഫിൽ. അപ്പോൾ മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യാം. ഓക്കെ, റിലാക്സ് ചെയ്തിരിക്കുക. എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ റിലാക്സ് ചെയ്തിരിക്കുക. As I count from 10 to 1, feel yourself entering deep state of peace and awareness. 10 വരെ എണ്ണും, 10ൽ നിന്ന് 1 വരെ എണ്ണും.
ആ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ കൗണ്ടിലും നിങ്ങൾ കൂടുതൽ ഡീപ്പ് സ്റ്റേറ്റ് ഓഫ് പീസ് ആൻഡ് അവയർനെസ്സിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുക. 10. റിലാക്സ്, ഫോക്കസിങ് ടു യുവർ ബ്രീത്ത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് മുഴുവൻ നമുക്ക് കൃത്യമായിട്ട് അനുഭവിച്ച് അറിയാൻ പറ്റുന്നുണ്ട്, അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Now relax your forehead and scalp. നമ്മുടെ സ്കാൽപ്പും ഫോർഹെഡും റിലാക്സ് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ മസിലുകളൊക്കെ അയയുന്നുണ്ട്. 9. Let your eyes and jaw soften. നിങ്ങൾ കണ്ണടച്ചിട്ടാണുള്ളത്, കൺപോളകളുടെ ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജോയിലെയും കൺപോളകളുടെയും എല്ലാം മസിലുകൾ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് യു ഫീൽ ആ കൺപോളകളിലുള്ള ഭാരം കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 8. നമ്മുടെ നെക്ക്, ഷോൾഡർ, ആ ഭാഗത്തുള്ള എല്ലാ മസിലുകളും സോഫ്റ്റൻ ആക്കുക. ഷോൾഡർ ഡ്രോപ്പ് ചെയ്യുക. ആൻഡ് യു ഫീൽ മോർ ആൻഡ് മോർ റിലാക്സ്ഡ്. 7. നിങ്ങളുടെ ആംസ് കംപ്ലീറ്റ് നിങ്ങളുടെ ലിപ്പിലാണ്, നമ്മുടെ ലാപ്പിലാണുള്ളത്. അതിൻ്റെ വെയിറ്റ് മുഴുവൻ, കൈകളുടെ വെയിറ്റ് മുഴുവൻ നിങ്ങളുടെ ലാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് യു ഫീൽ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ്. കാംനെസ് നിങ്ങളുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 6. സ്റ്റൊമക്ക് സോഫ്റ്റൻ ആവുന്നുണ്ട്, ബെല്ലി സോഫ്റ്റൻ ആവുന്നുണ്ട്, നിങ്ങളുടെ ബാക്ക് ലൂസൺ ആവുന്നുണ്ട്. ആൻഡ് യു ഫീൽ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ്. 5. നിങ്ങളുടെ ലെഗ്സും ഫീറ്റും ഒക്കെ കംപ്ലീറ്റ്ലി റെസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഫീൽ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ്. 4. Your breath is deep and quiet. ആ കാംനെസ് നിങ്ങളുടെ ബോഡിയിലേക്ക് ഓരോ സെല്ലിലേക്കും വ്യാപിക്കുന്നത് നിങ്ങൾക്കറിയുന്നുണ്ട്. 3. നിങ്ങളുടെ തോട്ട്സ് സ്ലോ ഡൗൺ ആവുന്നു, പക്ഷേ അവയർനെസ് വർദ്ധിക്കുന്നു. 2. You are centered and open. You feel deep and deep relaxation. You are getting into alpha state. 1. You are now in alpha. You feel calm, aware, and ready to align. You are ready to align. Lift your mental screen just above your eye level and see yourself, your future self. നിങ്ങളുടെ മെന്റൽ സ്ക്രീൻ ഐ ലെവലിന്റെ തൊട്ട് മുകളിൽ കൊണ്ടുവരുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിനെ നിങ്ങൾ അവിടെ കാണുന്നു. അതിൽ നിങ്ങൾ കാണുന്നത് ഓൾറെഡി അച്ചീവ് ചെയ്ത ഗോളുമായിട്ട് നിങ്ങൾ നിൽക്കുന്നതാണ്. യു ഫീൽ സക്സസ്ഫുൾ, ഓൾറെഡി ഇൻ ഫുൾ ഫ്ലോ ഓഫ് ലിവിങ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീംസിൽ നിങ്ങൾ ജീവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ആ സമയത്ത് ഒബ്സർവ് ചെയ്യുക വാട്ട് ദേ ഡു ഇൻ ദ മോർണിംഗ്. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് മോർണിംഗിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹൗ ദേ സ്പീക്ക്, ഹൗ ദേ പ്ലാൻ ദെയർ ഡേ, ഹൗ ദേ ടേക്ക് ആക്ഷൻ വിതൗട്ട് ഡിലേ. Now see the version of you merging with you, same body, same mind, but aligned and empowered.
ആ നിങ്ങളുടെ പുതിയ വേർഷൻ അത് സെയിം ബോഡിയാണ്, സെയിം മൈൻഡാണ്, ആൻഡ് അലൈൻഡ് ആൻഡ് എംപവേർഡ് വിത്ത് ഫുൾ പവർ. അലൈൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ വേർഷന് നിങ്ങൾ ആ സെയിം ബോഡിയിലും മനസ്സും വെച്ചുകൊണ്ട് നിങ്ങൾ കാണുന്നു. ഒരു ഗോൾ ഇപ്പോൾ വിഷ്വലൈസ് ചെയ്യുക. വൺ ഓഫ് ദ റിയൽ ഗോൾസ്. വാച്ച് യുവർ സെൽഫ് ടേക്കിംഗ് 3 small but powerful steps today that you have to take. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഗോൾ എടുത്ത് ആ ഗോളിന് ആവശ്യമായ 3 പവർഫുൾ സ്റ്റെപ്സ് നിങ്ങൾ എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. And when you finish each step, each action, you feel the energy and alignment. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷൻ, യുവർ ബിഹേവിയർ അത് എത്രത്തോളം മാച്ച് ചെയ്യുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. You feel that. Now repeat with me. I align my actions with my highest goals. I align my actions with my highest goals. I align my actions with my highest goals. I move forward with focus and discipline. I move forward with focus and discipline. I move forward with focus and discipline. Each step I take brings me closer to my dream. Each step I take brings me closer to my dream. Each step I take brings me closer to my dream. Now you feel the satisfaction and the aligned energy that can achieve any goals. I will now count from 1 to 5. When we reach 5, you will return alert, aligned, and ready to take focused action. 1. Feel the clarity rising in your body. 2. Breathing becomes fuller. ബ്രീത്തിങ്ങിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. 3. Move your fingers and toes. 4. Confident smile spreads. Confident smile spreads. Smile bring into your face and you feel that aligned and focused, confident. 5. Open your eyes, ready to align and act. Ready to align and act. Once you open, text I in the chat box. പ്രോംപ്റ്റുകൾ അതുപോലെ തന്നെ അഫർമേഷനും ഞാൻ പോസ്റ്റ് ചെയ്ത് തരാം. എൻ്റെ വാട്സപ്പ് വെബ് ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. അതൊന്ന് ലോഗിൻ ചെയ്ത ശേഷം റെക്കോർഡിങ്ങിൻ്റെ ലിങ്കും ഇതും എല്ലാം ഒരുമിച്ച് പിന്നെ ഇപ്പം തന്നെ ഷെയർ ചെയ്യാം.
ആഫ്റ്റർ ദ സെഷൻ. നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ഷൻ, ഒരു ടാസ്ക് ഇന്ന് ചെയ്യാം. അത് നിങ്ങളെ ഗോളിലേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ ആയിരിക്കണം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സാധനം, നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്യാം. മനസ്സിലായല്ലോ? അത് എന്തും ആവാം. നിങ്ങൾ ആക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു. ഇന്നെടുക്കാൻ ഒരു ആക്ഷൻ, ഒരു റിയൽ ആക്ഷനിലേക്ക് പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനാവശ്യമുള്ള ഒരു പ്രിപ്പറേഷനോ പ്ലാനിങ്ങോ എങ്കിലും റിട്ടേൺ ആയിട്ട് ഉണ്ടാക്കി വെക്കുക. ഏതെങ്കിലും ഒരു മിസ്അലൈൻഡ് ടാസ്ക് അതിനിടയിൽ കയറി വരുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വല്ലാതെ സ്കാറ്റേഡ് ആക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം, ഇന്ന് നിങ്ങൾക്ക് അത്ര അർജന്റ് അല്ല, പക്ഷെ ഇന്ന് എടുക്കേണ്ട ഒരു ആക്ഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഗോളിലേക്ക്. അത് ചെയ്യാൻ പോകുന്നു. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ആ പ്ലാൻ തന്നെ ആയിരിക്കാം. യു ആർ പ്രിപ്പയറിംഗ് എ ലിസ്റ്റ് ഓഫ് ടാസ്ക്. നമുക്ക് നാളെ ചെയ്തു തീർക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരാഴ്ച ചെയ്തു തീർക്കേണ്ട ഒരു ലിസ്റ്റ് ഓഫ് ടാസ്കും, അത് എത്രത്തോളം പ്രയോറിറ്റൈസ് ചെയ്യണം, അതാർക്കെങ്കിലും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം എന്താണ്, ടാർഗറ്റ് ഡേറ്റ് എന്താണ്, ഇങ്ങനെ കൃത്യമായിട്ടൊരു സാധനം നമ്മൾ എഴുതി കൃത്യമായി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നതായിരിക്കാം. അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മറ്റു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് അത് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് എഴുതുന്നതിന് മുമ്പ് എനിക്ക് തോന്നി കുറച്ച് ഒരു മൂഡ് കുറവുണ്ട്, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഒന്നുകിൽ മൊബൈൽ എടുത്തിട്ട് നമ്മളൊരു ഗെയിമിലേക്ക് പോകുന്നു, അതല്ലെങ്കിൽ കുറേ ദിവസമായല്ലോ ഞാനിങ്ങനെ മെനക്കെടുന്ന, ഇന്നൊന്ന് റിലാക്സ് ചെയ്യട്ടെ, എന്നിട്ട് നമ്മൾ ഒരു റീല് കാണുന്നു, അതല്ലെങ്കിൽ ഒരു മൂവി കാണാൻ പോകുന്നു. തീരുമാനിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. എപ്പോഴാണോ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു മൂവി അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടാസ്ക് വരുന്നത്, അവിടെ റിയലൈസ് ചെയ്യാം, നോ, ആദ്യം ഞാൻ ഇത് ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മറ്റേത് കാണുള്ളൂ. അതിൻ്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ ആ മൂവി കാണും. എന്നിട്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക ആൻഡ് ഗോ ഫോർ ദ അതർ വൺ. മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒരു ചെറിയ എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ എന്താ പറയാ, ഒരൊറ്റ ഗെയിം, ആ ഒരു ഗെയിം ഇടയ്ക്കിടയ്ക്ക് കളിക്കാറുണ്ടായിരുന്നു. അന്ന് ഞാൻ അതിനെ കൺവിൻസ് ചെയ്തിരുന്നത് ഒരു റിലാക്സേഷന് വേണ്ടി ചെയ്യുന്ന ഒരു സംഗതി, ഒരു ബ്രേക്കിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ചില സമയത്ത് അത് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നീണ്ടുപോകും. അപ്പോൾ അതെന്റെ ടൈം കവർന്നെടുക്കുന്നുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തൊരു സംഗതി, പെട്ടെന്ന് നമുക്ക് അതിന് വിഡ്രോ ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്തൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പുറത്ത് ഒരു ആക്ഷൻ അവിടേക്ക് എനിക്ക് അലൈൻ്റെ ആക്ഷൻ നടക്കേണ്ടതുണ്ട്, ഒരു പുസ്തകം വായിച്ചു തീർക്കേണ്ടതുണ്ട്. ആ പുസ്തകം വെറുതെ വായിച്ചു തീർക്കാനല്ല, ആ പുസ്തകം വായിച്ച ശേഷം അതനുസരിച്ച് എൻ്റെ ഗോളിന് ആവശ്യമായ ഒരു മേജർ സ്റ്റെപ്പ് എടുക്കേണ്ടതുണ്ട്. പക്ഷെ ഈ ബുക്ക് വായന നടക്കുന്നില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചൊരു സംഗതി, ഒരു ഗെയിം ഞാൻ ഒരു റൗണ്ട് കളിച്ചാൽ 2 പേജ് നിർബന്ധമായി ഞാൻ വായിച്ചു തീർക്കണം. 10 റൗണ്ട് ഞാൻ കളിച്ചാൽ ഞാൻ നിർബന്ധമായും 20 പേജ് ഞാൻ വായിച്ചു തീർക്കും. ആ ഒരു സംഗതി വരികയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തപ്പം അവിടെ സെൽഫ് അക്കൗണ്ടബിലിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ മറ്റേ സാധനത്തിൽ നിന്ന് നമുക്ക് ഡിസ്ട്രാക്ഷൻ ഒഴിവാകാൻ സാധിക്കുകയും ചെയ്തു, നമുക്ക് നമ്മുടെ സ്റ്റെപ്പിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. പിന്നീട് ആ ഒരു 20 പേജൊക്കെ വായിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ ഒരു ഫ്ലോയിൽ അത് അങ്ങനെ പോകും. അതിന് ഒരു സ്റ്റാർട്ടിങ് കിട്ടാനായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ആ ഒരു സംഗതിയിൽ എനിക്ക് സംഭവിച്ചൊരു കാര്യം അതാണ്. അപ്പൊ ഇതേപോലെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്, ഇതേപോലെ നമുക്ക് നമ്മുടെ ആക്ഷനിലേക്ക് വരാം. ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഇനീഷ്യലി ഒരു ഫ്ലോയിൽ എത്തുന്നത് വരെ ഇതേപോലെ കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോ നമുക്ക് ആ ഗെയിം അവിടെ നിന്നു, പിന്നെ നമുക്കൊരു ബ്ലാങ്ക്നെസ് ഫീൽ ചെയ്യും. ഒരു സാധനം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലല്ലോ. ആ ഗെയിം കളിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു സാധനം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്തോ ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ടാവും, ഒരു ബ്ലാങ്ക്നെസ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യുന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതിന്റെ ഒരു വേർഷൻ ഇതാണ്. അത് ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ടാവും. ഒരു വേർഷൻ ഇതാണ്.
അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ചിലപ്പോൾ ശരീരത്തിനൊക്കെ ബുദ്ധിമുട്ട് തോന്നിയെന്ന് വരും. കാരണം നമ്മൾക്ക് ഒരു എൻജോയ്മെന്റ് അവിടെ നടക്കുന്നില്ല. അപ്പോ തിരിച്ചറിയേണ്ടത് അത്തരം ഘട്ടത്തിലൂടെയൊക്കെ കടന്ന് തന്നെയാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷനിലേക്കും അച്ചീവ്മെന്റിലേക്കും എത്താൻ സാധിക്കുക. ചിലപ്പോൾ ആ ബ്ലാങ്ക്നെസ് എന്ന് പറയുന്നത് എന്തോ ഭയങ്കരമായിട്ട് ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും, മെന്റൽ സ്റ്റേറ്റ് ആയിരിക്കും. കാരണം നമുക്ക് ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഉള്ളിനുള്ളിലുണ്ട് ഞാനൊരു റൈറ്റ് വേയിലാണ്, ഞാൻ പോകുന്നത് കറക്റ്റ് ആണ്. അതിന്റെ ഒരു സമാധാനവും കാംനെസ് ഒക്കെ ഉള്ളിലുണ്ടാവും, ഗ്രൗണ്ടഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ there are something is missing. അപ്പോ അവിടെ നമുക്ക് കൂടുതൽ ആക്ഷനിലേക്ക് പോവാം, എൻജോയ്മെന്റ് തരുന്ന അലൈൻഡ് ആക്ഷനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് തോന്നും ഐ അച്ചീവ് സംതിങ്, ഒരു ഫുൾഫിൽഡ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ആ ഫ്ലോയിലേക്ക് അങ്ങ് പോകുമ്പോൾ അവിടെ നമുക്ക് അതിനനുസരിച്ച് പിന്നെ അത് എൻജോയ് ചെയ്യുകയും ആ ജോയ് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോ ഇന്ന് അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കുക. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പലപ്പോഴും സ്വയം പറയും, ഞാൻ ഗോളൊക്കെ സെറ്റ് ചെയ്യും, പക്ഷെ ഒരു കൺസിസ്റ്റൻസി ഇല്ല, എനിക്ക് കൺസിസ്റ്റന്റ് ചെയ്യാൻ പറ്റണില്ല. എനിക്കറിയാം ഞാൻ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനും മടിയനാണ്. ഞാനൊക്കെ അങ്ങനെ ആലോചിക്കണം, പണ്ട് ഞാനൊക്കെ സ്ഥിരം പറഞ്ഞിരുന്ന സാധനം, ഞാൻ ഭയങ്കര മടിയനാണ്. ട്രെയിനിങ്ങുകളിൽ നമ്മൾ പറയാറുണ്ടായിരുന്നു ആളുകളോട്. പക്ഷെ ആ പറയുന്നതിന്റെ പോലും അപകടം പിന്നീടാണ് നമ്മളൊക്കെ തിരിച്ചറിയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആ വാക്കുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിലീഫ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കേട്ടോ, ഐ എം നോട്ട് കൺസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു സാധനമൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനത്തെ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഞാൻ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുന്ന ആളാണ് എന്നൊരു വിശ്വാസം നിൽക്കേണ്ട, റിയലൈസേഷൻ ഉണ്ടാവാം, പക്ഷെ അത് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഒരു വിശ്വാസമായി അവിടെ നിൽക്കരുത്. മറിച്ച് അവിടെ നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ബിലീഫ് അപ്ഗ്രേഡിൽ നമ്മൾ റീഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഐ ആക്ട് വിത്ത് പർപ്പസ് ആൻഡ് അലൈൻമെന്റ്. ഐ ആക്ട് വിത്ത് പർപ്പസ് ആൻഡ് അലൈൻമെന്റ്. അപ്പൊ തന്നെ അതിനെ റീഇൻസ്റ്റാൾ ചെയ്യാം. കഴിഞ്ഞ 70 മുതൽ ഇന്നത്തെ 74 ദിവസം വരെയുള്ള അഫർമേഷൻസ് കൃത്യമായി നിങ്ങൾ പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വിഷ്വലൈസേഷൻ കാണുകയും ചെയ്യുകയാണെങ്കിൽ, നോ ഡൗട്ട് യു വിൽ അച്ചീവ് യുവർ ഗോൾസ്. Sure. So see you tomorrow with another theme. നിങ്ങൾക്ക് എല്ലാവർക്കും ലീവ് ചെയ്യാം. പിന്നെ എനിക്ക് I have another meeting. So